വാഹനങ്ങളുടെ എല്ലാ മിനിയേച്ചറുകളും തൻ്റെ കൈവശം വെച്ച് സൂക്ഷിക്കുന്ന ഒരാളുണ്ട്. കഞ്ഞിക്കുഴി സ്വദേശിയാണ്. നമുക്ക് പരിചയപ്പെടാം. സാറിൻ്റെ പേര്? ബിനു ജേക്കബ്. ശേഖരിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണെന്നല്ല ഓർമ്മയുണ്ടോ? ഇത് വർഷമാണെന്ന് ഓർക്കുന്നില്ല, പക്ഷെ 30 വർഷത്തോളം ആയി. കൊച്ചിലെ തൊട്ടുള്ള ഇഷ്ടം കൊണ്ടുള്ള ആയതാ. കൊച്ചിലെ ചെറിയ മിനിയേച്ചർ വാഹനം മേടിക്കുമായിരുന്നു, ഹോട്ടലിൽ അങ്ങനത്തെ. പിന്നെ അത് കഴിഞ്ഞപ്പം 1:18 സ്കെയിലിലോട്ട് മാറി. കാറുണ്ട്, ട്രക്കുണ്ട്, ബസ്, പിന്നെ വാർ മെഷീൻ. ഇഷ്ടം തോന്നുന്നെല്ലാം അങ്ങ് പർച്ചേസ് ചെയ്യും. ഇതൊക്കെ എങ്ങനെ, എവിടെ നിന്നാണ് ഇത് കണ്ടെത്തി വാങ്ങുന്നത്? ഇത് കൂടുതലും പുറത്തുനിന്നാണ്, ഓൺലൈൻ മേടിക്കും. പിന്നെ പൂനെയിലുണ്ട് സ്കെയിൽ ആർട്സ് ഇന്ത്യ എന്നും പറഞ്ഞ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മുംബൈയിൽ ഓട്ടോമിനിയ എന്നും പറഞ്ഞൊരു ഇത് വന്നിരിക്കുന്നത് 1929 മോഡലാണ്. അപ്പോൾ ഈ മോഡലൊക്കെ അന്വേഷിക്കാൻ ഒത്തിരി അലഞ്ഞു കാണുമല്ലോ. ഇത് അറിയാവുന്നവരൊക്കെ അയച്ചു തരും. പിന്നെ ഓരോ ഇതിൽ നോക്കും. ഈ ഓൺലൈൻ മിക്കവാറും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് മറ്റൊരു കൗതുകം തോന്നുന്നു. ഇതാണോ ഇതിൻ്റെ ഒരു പ്രത്യേകത? എന്താ? ഇതും ആകെ ലോകത്താകെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ ഒറിജിനല്. ഇതിന്റെ ഭയങ്കര കോസ്റ്റ്ലിയാന്ന് തോന്നുന്നു. അത് കോസ്റ്റ്ലിയാണ്, ഭയങ്കര കോടികൾ വരും. ഇതും ഫാൻറ്റം, റോൾസ് റോയ്സ് ഫാൻറ്റം 1930 വരും. അപ്പോൾ ഇതിന്റെ മിനിയേച്ചറിനൊക്കെ നല്ല അത്യാവശ്യം വില ഉണ്ടാവും അല്ലേ? വിലയുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ കയ്യിൽ കിട്ടുക എന്നുള്ളൊരു സന്തോഷമാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ബസ്സിന്റെ തന്നെ ഒരു വലിയൊരു കലവറ പോലെയുണ്ട്. എല്ലാം 1:18 സ്കെയില്. ഇതൊക്കെ എയർ ഫ്രാൻസ് അവരുടെ ബസ്സാണ്, അവർ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ബസ്സുകളാണ്. 1:43 സ്കെയിൽ ഇതെല്ലാം വരുന്നത്. ഇതിനൊക്കെ കൃത്യമായിട്ടൊരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ആ സ്കെയിൽ മോഡലിനെല്ലാം ഉണ്ട്. അതായത് 1:18 ഉണ്ട്, 1:43, അങ്ങനെ പല ഇതുണ്ട്, പല അളവുണ്ട്. അതിൽ തന്നെ ഡൈകാസ്റ്റ് ഉണ്ട്, പിന്നെ റെസിൻ മോഡലുണ്ട്. ഡൈകാസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ഡോറൊക്കെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാം. റെസിൻ മോഡൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഈ കുടുംബത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അവര് സപ്പോർട്ടാ, ഒന്നും പറയാറില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് ബുഗാട്ടിയുടെ മോഡലാ. ഇതാകെ 200 പീസ് വേൾഡ് വൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര കോസ്റ്റ്ലിയുള്ള വാഹനം. കോസ്റ്റ്ലി 1936. എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ ചേട്ടൻ കുറച്ച് മിനിയേച്ചർ പോലത്തെ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇരിക്കുന്നെല്ലാം അത്തരം സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു കലാകാരൻ കൂടിയാണ്. അപ്പോൾ ആ ഒരു കലാഹൃദയം തന്നെയാണ് അദ്ദേഹത്തിനെ ഇത്തരത്തിലുള്ള മിനിയേച്ചറുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഈ ഇറങ്ങിയിരിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ഒരു വലിയൊരു മിനിയേച്ചറുകളുടെ കലവറ ഇവിടെ നമുക്ക് കാണാനാകും. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ശ്യാം, ഈ വാഹനങ്ങളെ പ്രണയിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല തരത്തിലായിരിക്കും ആ സ്നേഹം വാഹനങ്ങളുണ്ടാകുക. ഭ്രാന്തി പിടിച്ചു പോകുന്നവർ വരെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സ്നേഹം, അത് ഇത്തരത്തിൽ വാഹനങ്ങളെയൊക്കെ പ്രണയിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത് വളരെ അപൂർവമായിരിക്കും. എല്ലാ ബ്രാൻഡുകളുടെയും മിനിയേച്ചർ കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴും ചെറിയ കാര്യമൊന്നുമല്ല. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആശയം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രണയം അദ്ദേഹത്തിന് തോന്നിയത്? അതായത് തൻ്റെ 64-ാം വയസ്സിലും ഈ കുഞ്ഞൻ വാഹനങ്ങളെ അദ്ദേഹം സ്നേഹിക്കുന്നു എന്നതാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഇത്തരത്തിൽ ഈ വാഹനങ്ങളൊക്കെ കാണുമ്പോൾ, ഞാനൊക്കെ പണ്ട് ഓരോ വാഹനങ്ങൾ കാണുമ്പോൾ അതെൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞ് ബസ് പോലും ഇത്തരത്തിൽ അതെൻ്റെ ബസ്സാണെന്നൊക്കെ പറഞ്ഞ് വഴക്കിടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വാഹന വിപണിയിൽ ഇറങ്ങിയ എല്ലാ വാഹനങ്ങളും കാണുവാൻ വേണ്ടി കഞ്ഞിക്കുഴിയിലെ ഈ ബിനു ജേക്കബിൻ്റെ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മൊത്തത്തിൽ കണ്ടുവരാം. ഒരു വാഹനങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ ഒരു അറിയാൻ സാധിക്കും. അത്രയേറെ മിനിയേച്ചറുകൾ, ഏകദേശം 1500-ലധികം മിനിയേച്ചറുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. ഇതെല്ലാം അദ്ദേഹം വാങ്ങിയതാണ്. 500 രൂപ മുതൽ 1000 രൂപ മുതൽ 2000 മുതൽ 50,000 രൂപ വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനും മുകളിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബ്രിട്ടീഷ് രാജകുമാരിയുടെയൊക്കെ കാറുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ മിനിയേച്ചറുകളൊക്കെ. അതിൻ്റെയൊക്കെ വില ചോദിച്ചാൽ അദ്ദേഹം ചിരിക്കുക മാത്രമേ ഉള്ളൂ. കാരണം അത്രയും വലിയ വില നൽകി വാങ്ങിയതാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. കാരണം അത്രയേറെ അദ്ദേഹം ഈ മിനിയേച്ചറുകളെ സ്നേഹിക്കുന്നു. 2 തരത്തിലുള്ള മോഡലുകളാണ്, ഡൈകാസ്റ്റ്, അങ്ങനെ മറ്റൊരു ഡൈകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു വാഹനം എങ്ങനെയാണോ അതുപോലെ ഇരിക്കുന്ന രീതിയിലാണ്
ഈ ഡൈകാസ്റ്റ് മോഡലിലുള്ള വാഹനങ്ങൾ, ഒരുപാട് കാറുകളുണ്ട്. അദ്ദേഹത്തിനൊരു അംബാസിഡർ ഉണ്ട്. ആ അംബാസിഡർ അതിൻ്റെ അതേ മിനിയേച്ചർ അദ്ദേഹം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, അതേ നമ്പറിൽ. അതുപോലെ തന്നെ ഈ വാഹനങ്ങളെ ഏറെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന വളരെ വിരളം ആളുകളിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരാളാണ് ഈ കഞ്ഞിക്കുഴിയിലെ ബിനു ജേക്കബ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥലമില്ലാതെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒരുപക്ഷെ നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കളിപ്പാട്ടം വിൽക്കുന്ന ഒരു ഷോപ്പാണെന്ന് തോന്നിപ്പോകും. അത്രയേറെ കൗതുകമുണർത്തുന്ന വാഹനങ്ങൾ അവിടെയുണ്ട്. ഈ വാഹനങ്ങളെ കണ്ടു കഴിയുമ്പോൾ മറ്റു സുഹൃത്തുക്കളും മറ്റുമൊക്കെ വരുമ്പോൾ അവരുടെ മക്കളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഒന്നും കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകില്ല. കാരണം തൻ്റെ ശേഖരമായി എന്നും ഇതുണ്ടാകണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇനി ഇറങ്ങാൻ പോകുന്ന വാഹനങ്ങൾ പോലും അദ്ദേഹം വാങ്ങിക്കണം എന്ന ആഗ്രഹമുള്ളതാണ്. ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക വാഹനങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഗ്യാരേജിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഈ 64-ാം വയസ്സിലും ഇത്രയേറെ ഈ വാഹനങ്ങളെ സ്നേഹിച്ച് അതിൻ്റെ മിനിയേച്ചറുകൾ എങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മക്കളൊക്കെ വിദേശത്താണ്, ഭാര്യയും അദ്ദേഹവും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. പക്ഷേ അവിടെ ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഒരു വാഹനങ്ങളുടെ മൊത്തത്തിൽ